നമ്മളിപ്പോൾ നേരെ കൊച്ചിയിലേക്ക് ഉമേഷിലേക്ക് പോവുകയാണ്. ഉമേഷ്, ഈ കപ്പൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ 6 കപ്പലുകളും നേവിയുടെ 1 കപ്പലുകളും ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ രക്ഷാപ്രവർത്തക സംഘം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം 4 പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. അതെ മനു, അതിസങ്കീർണമായ രക്ഷാദൗത്യം അത് ഇന്നും ഇപ്പോൾ കടലിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മുതൽ ഈ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകളിൽ പടർന്നു പിടിച്ച തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയായിരുന്നു തീര സംരക്ഷണ സേനയും നേവിയും ഒക്കെ ചേർന്ന് നടത്തിയിരുന്നത്. പക്ഷേ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി വൈകും വരെ ആ ശ്രമം നടത്തിയെങ്കിലും അത് രാത്രി പ്രതികൂല അന്തരീക്ഷമാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഇന്ന് എപ്പോൾ മുതൽ വെളിച്ചം കാണുന്നു അപ്പോൾ മുതൽ ആ ദൗത്യം ആരംഭിക്കും എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ ആ ദൗത്യം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നേവിയുടെ 1 കപ്പലും കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകളും അങ്ങനെ 7 കപ്പലുകൾ ഈ രക്ഷാദൗത്യത്തിൽ ഇപ്പോൾ പങ്കാളികളാവുകയാണ്. തീരസംരക്ഷണ സേനയുടെ കപ്പലുകളായ സജേത്, അർണവേഷ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജദൂത്, ഒപ്പം C-144 എന്നിങ്ങനെ 6 കപ്പലുകളും നാവികസേനയുടെ ഇന്നലെ വൈകിയാണ് നാവികസേനയുടെ 2ാമത്തെ കപ്പൽ അവിടെ എത്തിയത്. അത് INS സത്ലജ് എന്ന് പറയുന്ന കപ്പലാണ്. അങ്ങനെ 7 കപ്പലുകൾ ഇന്ന് രക്ഷാദൗത്യം പുനരാരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ 4 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ 18 പേരെ രക്ഷപ്പെടുത്തി അവരെ മംഗലാപുരത്ത് എത്തിച്ചു. 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി വൈകും വരെ തുടർന്നു. പക്ഷേ പിന്നീട് ഞാൻ സൂചിപ്പിച്ചതുപോലെ 2-3 കാര്യങ്ങളാണ് പ്രതികൂലമായത് ഇന്നലെ രാത്രി. അതിലൊന്ന് വെളിച്ചക്കുറവാണ്. 2ാമത്തെ കാര്യം, ഈ കപ്പലിൽ നിന്ന് പല കണ്ടെയ്നറുകളും കടലിൽ വീണ് കിടക്കുന്നുണ്ട്. ആ കണ്ടെയ്നറുകളിലെങ്ങാനും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന കപ്പലിൻ്റെ പ്രൊപ്പല്ലറിൽ തട്ടുകയോ മറ്റോ ചെയ്താൽ അപ്പോൾ മുതൽ ആ കപ്പലുകൾ പ്രവർത്തനരഹിതമാകും. അപ്പോൾ ഇത് ദൗത്യം തുടരാൻ കഴിയാത്ത സാഹചര്യം വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെയാണ് ഇന്നലെ രാത്രി വൈകും വരെ രക്ഷാദൗത്യം നടത്തിയത്. പിന്നീട് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ആ ദൗത്യം പുനരാരംഭിച്ചിട്ടുമുണ്ട്. ഈ പ്രഥമ പരിഗണന ഈ 4 പേരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ആ തീ അണയ്ക്കാനുള്ള ദൗത്യവും അത് വളരെ സങ്കീർണമാണ് എന്ന് തന്നെ ഇന്നലെ പ്രതിരോധ വകുപ്പിലെ പ്രതിരോധ സേനയിലെ PRO പറയുകയുണ്ടായി. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കപ്പലിൽ തീപിടുത്തമുണ്ടായാൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലെത്തും, വളരെ വേഗം ഈ വെള്ളം പമ്പ് ചെയ്ത് തീയണയ്ക്കാൻ ശ്രമിക്കും, ആ തീ അണയ്ക്കുകയും ചെയ്യും. പക്ഷേ ഇത് സ്ഥിതി വ്യത്യസ്തമാണ്, സാഹചര്യങ്ങളേറെ സങ്കീർണമാണ്. 650ഓളം കണ്ടെയ്നറുകളുള്ള വലിയ കപ്പലാണ്. അതിൽ നിന്ന് 10-20 കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണു. ഇതുകൂടാതെ പൊട്ടിത്തെറികൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട്, പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന രാസവസ്തുക്കളൊക്കെ ഈ കണ്ടെയ്നറുകൾ പലതിലുമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുകയാണ്. മാത്രമല്ല കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ വ്യാപിക്കുന്നു. അത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ ഡോണിയർ വിമാനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. വളരെ ദൂരെ നിന്ന് തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രത്തോളം വ്യാപ്തിയിൽ ആ പുക അല്ലെങ്കിൽ തീ പടർന്നിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാകും. അതുകൊണ്ട് ഈ കപ്പലുകൾക്ക് ഇതിനടുത്തേക്ക് തന്നെ വരാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ കൂടുതൽ കപ്പലുകൾ ഉണ്ടായിരുന്നില്ല. നാവികസേനയുടെ 1 കപ്പലും കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലും മാത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് കൂടുതൽ കപ്പലെത്തുന്നതോടെ ഒരേ സമയം എല്ലായിടത്തു നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയാൽ ആദ്യഘട്ടം പുറത്തു നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ആ തീ കെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ കപ്പലിനകത്തേക്ക് കയറി എവിടെയെങ്കിലും തീ ഉണ്ടെങ്കിൽ അത് അണച്ച് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ദൗത്യം. അത് വളരെ ശ്രമകരമാണ്. എപ്പോഴത്തേക്ക് അത് വിജയകരമാവുമെന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രതിരോധ സേന അറിയിക്കുന്നത്. പക്ഷേ അത് വിജയകരമാക്കേണ്ടതുണ്ട്. കാരണം ഈ 4 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ എവിടെയാണ് എന്ന് സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. 22 പേരുണ്ടായിരുന്നതിൽ 18 പേർ ഈ അപകടം നടന്ന സമയത്ത് തന്നെ കടലിലേക്ക് ചാടിയിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷേ 4 പേർ അവർ എവിടെയാണ്? ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഇന്തോനേഷ്യക്കാരനുണ്ട്, മ്യാൻമാറുകാരനുണ്ട്, 2 തായ്വാൻകാരുണ്ട്. അങ്ങനെ 4 പേരാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അവർ ഈ കപ്പലിനകത്താണെങ്കിൽ അത് വീണ്ടും ദുഷ്കരമാകും. കാരണം ഇത് തീയണച്ചാൽ മാത്രമേ അവർക്ക് ഇതിനകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ. അതല്ല കടലെവിടെയെങ്കിലും ആണോ എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 7 കപ്പലുകളുടെയും 5 ഡോണിയർ വിമാനങ്ങളുടെയും സഹായത്തോടെ തന്നെയാണ് രക്ഷാദൗത്യം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. മനു, ശരി, തുടരുക ഉമേഷ്. ഞാൻ ഉമേഷിലേക്ക് മടങ്ങിയെത്താം.